രാമനാഥ, തന്റെ സേവനം ഇനി പയ്യാരത്ത് വേണ്ട. പറയണോണ്ടൊന്നും തോന്നരുത്. ഏത് ജോലിയിൽ നിന്ന് പിരിച്ചുവിടുന്നതിനൊരു കാരണം ഉണ്ടാവല്ലോ. ഞാൻ ചെയ്ത തെറ്റെന്താണെന്ന് വെച്ചാ? തെറ്റും ശരിയൊക്കെ ഞാൻ വിശകലനം ചെയ്തിരിക്കണു. തന്നെ ഇവിടെ ആർക്കും വേണ്ട. ആ നിലയ്ക്ക് എനിക്കും മറിച്ചൊരു അഭിപ്രായം ഇല്ല. ശങ്കു, രാമനാഥന്റെ കണക്ക് എന്താന്ന് വെച്ചാ നോക്കി കൊടുത്തയക്കുക. അപ്പോ എല്ലാം തീർത്ത് അവസാനിപ്പിക്കുകയാണല്ലേ? നമ്മൾ തമ്മിലുള്ള കണക്ക് തീർത്താ തീരുവോ? രാമനാഥ, ഒന്നുകൂടി ആലോചിച്ചിട്ട് പോരെ? രാമനാഥൻ മര്യാദയ്ക്ക് നിന്നോളും. നിർത്തിക്കോളാം. പറഞ്ഞയക്കണോ? ഇനി രാമനാഥന്റെ ഭാഗത്തുനിന്ന് ഒരു വീഴ്ച ഉണ്ടാവില്ല. അത് ഞാൻ ഏൽക്കണം. അല്ല, അതെന്താ രാമനാഥന്റെ കാര്യത്തിൽ ശങ്കുമാൻ ഇത്ര താല്പര്യം? ഏയ്, അങ്ങനെയൊന്നുമില്ല. രാമനാഥൻ എന്റെ ആരാ? പറയുമ്പോ എല്ലാം പറയണല്ലോ. അതെ, പറയുമ്പോ എല്ലാം പറയണം. രാമനാഥനെ പറഞ്ഞയക്കണത് ശങ്കുമാൻ ഇഷ്ടപ്പെടുന്നില്ല. ശങ്കുമാന്റെ നേർക്കാരെങ്കിലും കയർത്താല് രാമനാഥൻ കയറ് പൊട്ടിക്കുന്നു. എന്തോ ഒരു സ്നേഹം, എന്തോ ഒരു ബന്ധം. ഇത് വല്ല രക്തബന്ധമാണോ? ഏയ്, അങ്ങനെയാവാൻ വഴി. ശങ്കുമാൻ എത്ര കൊല്ലായിട്ട് നമ്മൾ അറിയണതാ. അല്ലെങ്കിൽ ശങ്കുമാൻ കല്യാണം കഴിച്ചിട്ടില്ലല്ലോ, അതുകൊണ്ട് മകനൊന്നും ആകാൻ വഴിയില്ല. അല്ല, മകനാണെങ്കിലേ രക്തബന്ധമുള്ളൂ. തർക്കം വേണ്ട, ശങ്കുമാൻ തന്നെ പറയട്ടെ. എന്താ ശങ്കുമാമ നിങ്ങൾ തമ്മിലുള്ള ബന്ധം? ശങ്കുമാവന് പറയാൻ ബുദ്ധിമുട്ടുണ്ടാവും. ഞാൻ പറയാം. രാമനാഥൻ ശങ്കുമാവന്റെ സ്വന്തം അനന്തരവനല്ലേ? ശങ്കുമാൻ നിഷേധിക്കുന്നോ? ശങ്കുമാൻ ഞങ്ങൾക്ക് കാര്യസ്ഥനായിരുന്നില്ല, എല്ലാമായിരുന്നു. ഇത് നെറികേടായി പോയി. ഇങ്ങനെ ഒരു അനന്തരവനെ തറവാട്ടി കൊണ്ടുവന്ന് പ്രതിഷ്ഠിക്കേണ്ട കാര്യം എന്തായിരുന്നു? സ്വന്തം അനന്തരവന് ഒരു ജോലി വേണച്ചാ പറഞ്ഞാ പോരായിരുന്നു. ഇനി അതല്ല, വസ്തുവാ ആവശ്യമെങ്കിൽ 10 or 15 ഏക്കർ പതിച്ചു തരാൻ ഒരു മടിയില്ലാത്ത ആളാ വല്യേട്ടൻ. ശങ്കുമാൻ അറിയില്ലേ? പിന്നെ എന്തിനായിരുന്നു ഇങ്ങനൊരു കളി? മതി. ഞാൻ ശങ്കുമാവിന്റെ സ്വന്തം അനന്തരവൻ തന്നെയാ. ഇനിയുള്ള ചോദ്യങ്ങളൊക്കെ എന്നോടാവാ. പറയടാ, എന്തായിരുന്നു നിന്റെ ഉദ്ദേശം? ഉദ്ദേശം എന്താ? തിട്ടപ്പെടുത്താൻ കഴിയാത്തത്ര ഉണ്ടല്ലോ തറവാട്ടില്. ഒറ്റയ്ക്ക് ചോർത്താൻ കഴിയില്ല. സഹായത്തിന് മരുമകനെയും കൂടെ കൂട്ടി, അത്ര തന്നെ. പറയടാ, അതല്ലേ സത്യം? അല്ല, ചോർത്തുന്ന പാരമ്പര്യം ഞങ്ങൾക്കില്ല. പിന്നെ എന്തിനായിരുന്നു ഈ വഞ്ചന? എന്നെ വിഡ്ഢിയാക്കാൻ നോക്കായിരുന്നു ബാസ്റ്റേഡ്. അരുത്, അങ്ങനെ വിളിക്കരുത്. നീ തന്തയ്ക്ക് പറഞ്ഞവനാണെന്ന് ഞാൻ കരുതിയേ. യു ആർ എ ലയർ, ചീറ്റ്, ഫ്രോഡ്, സ്കൗണ്ടർ. കൊല്ലിവിടാം നിന്നെ ഞാൻ പറ്റി. എന്റെ പിറകെ നടന്നതിനെ ചതിക്കായിരുന്നു അല്ലടാ. അരുത്, ഇനി എന്റെ കുട്ടിയെ തല്ലരുത്. എന്റെ കുട്ടിയാണെന്ന് സമ്മതിക്കണില്ലേ? തന്നെ ഞാൻ തന്നെ തല്ലാൻ എനിക്കാവില്ലടോ. തന്നെ കഴിഞ്ഞേ ഉണ്ടായിരുന്നുള്ളൂ പത്മാവൻ നാർക്കല്ല. തന്നെ എന്റെ അമ്മ പ്രസവിച്ചില്ലെന്നേ ഉള്ളൂ. ഒരു വാക്ക് പറയായിരുന്നു. പിച്ചക്കാശിന് വേണ്ടി താനെന്നെ പിന്നീന്ന് കുത്തുകയായിരുന്നില്ലേ? എന്നെ മതിവരോളം തല്ലിക്കോളൂ. കൊള്ളാൻ ബാധ്യസ്ഥനാ. വഞ്ചകനെന്ന് മാത്രം വിളിക്കരുത്. സത്യം എന്താണെന്ന് അങ്ങ് മനസ്സിലാക്കണം. മതി, മനസ്സിലാക്കിയിടത്തോളം മതി. ഇനി കൂടുതൽ മനസ്സിലാക്കണമെങ്കിലേ ദാ ഇതങ്ങോട്ട് വായിച്ചാ മതി. രാമനാഥന്റെ പെട്ടിന്നെടുത്ത ഒരു പഴയ കത്ത അമ്മാവൻ അനന്തരവൻ അയച്ചത്. അയ്യോ, പെങ്ങളോടും മരുമകനോടും എന്താ ഒരു കൂറ് എഴുതിയിരിക്കുന്നത് കണ്ടില്ലേ? പെങ്ങള് വിഷമിക്കണ്ട, എല്ലാം കലങ്ങി തെളിയും. രാമനാഥന് നല്ലൊരു ഭാവി ഉണ്ടാവും. ഞാൻ പയ്യാരത്ത് തന്നെ ഉണ്ടല്ലോ. കിഴവൻ പ്ലാനിങ് തുടങ്ങിയിട്ട് കാലം കുറെ ആയിരിക്കണോ? അറിയണോ ആരാണ് രാമനാഥൻ? എനിക്കറിയണം. എവിടെ തിരിഞ്ഞാലും അവന്റെ മുഖമാ. ആ മുഖം എന്നെ വേട്ടയാടുന്നു. പറ, ആരാണവൻ? സൗദാമിനിയുടെ മകൻ. സൗദാമിനിയെ ഓർമ്മയുണ്ടാവൂല്ലേ? എന്റെ ഇളയ പെങ്ങൾ. അങ്ങ് എത്ര ശ്രമിച്ചാലും മറക്കാൻ കഴിയില്ല എന്ന് എനിക്കറിയാം. 30 വർഷം മുമ്പ് ഒരു സന്ധ്യയ്ക്ക് ശങ്കുണ്ണി അന്വേഷിച്ച് വീട്ടിൽ വന്നപ്പോഴാണ് അങ്ങ് ആദ്യമായി അവളെ കാണുന്നത്. അതൊരു തുടക്കമായിരുന്നു. നിങ്ങൾ തമ്മിൽ ലോഹിയായി. പിന്നെയുള്ള വരവ് കാര്യസ്ഥനെ കാണാനായിരുന്നില്ല. അന്നത്തെ കാലല്ലേ? ഉഗ്രപ്രതാപിയായ പയ്യാരത്ത് കാരണവർക്ക് നഷ്ടപ്പെടാൻ ഒന്നും ഉണ്ടായില്ല. പക്ഷെ എന്റെ സൗദാമിനിക്ക് അങ്ങ് സൗദാമിനിയെ കുറിച്ച് പിന്നീട് അന്വേഷിച്ചില്ല. അവൾ
അമ്മയായതും ഒരു ആൺകുഞ്ഞിനെ പ്രസവിച്ചതും അങ്ങ് അറിഞ്ഞില്ല. പക്ഷെ ഞാൻ അറിഞ്ഞു. എന്റെ പെങ്ങള് പ്രസവിച്ച കുഞ്ഞ് പയ്യാരത്ത് പത്മനാഭനാരുടേതാണെന്ന്. അങ്ങയെ അറിയിക്കാൻ അവളെന്നെ അനുവദിച്ചില്ല. ആകാശത്തോളം ഉയർന്നു നിൽക്കുന്ന അങ്ങയുടെ കീർത്തി, ബ്രഹ്മചര്യവ്രതം അതൊക്കെ ഒരു നിമിഷം കൊണ്ട് തകർക്കാൻ അങ്ങയെ ജീവനതുല്യം സ്നേഹിക്കുന്ന എനിക്കും കഴിഞ്ഞില്ല. തറവാട്ടിലെ കുട്ടികൾ കള്ളരെന്ന് വരുത്തിയപ്പോഴും അവിടുന്ന് വഞ്ചകനെന്ന് വിശേഷിപ്പിച്ചപ്പോഴും ശങ്കുണി തിരുത്തിയില്ല. തിരുത്തിയ അക്ഷണം ശങ്കുണി നിരപരാധിയ. പക്ഷേ തിരുത്തി എഴുതപ്പെട്ടത് അങ്ങയുടെ ചരിത്രമായിരിക്കും. തറവാട്ടംഗങ്ങളുടെ മുന്നിൽ അങ്ങയുടെ മുഖം കറുത്തൂടല്ലോ. കണ്ണു അടച്ചങ്ങ് സമ്മതിച്ചു. കള്ളൻ, വഞ്ചകൻ. ഒന്നും അറിയിക്കാതെ അവനെ വളർത്തിയത്. പക്ഷേ ഒരിക്കൽ അവൾക്കത് പറയേണ്ടി വന്നു. അച്ഛനെ കാണാനുള്ള മകന്റെ ആർത്തി അങ്ങേക്കൊരു പക്ഷെ മനസ്സിലാവില്ല. ഞാനാ അവനെ വരുത്തിയത്. പക വീട്ടാനോ പയ്യാരത്തെ സ്വത്തപകരിക്കാനോ അല്ല. സ്വന്തം പിതാവിനെ ഒരു നോക്ക് കാണാൻ, ആ പാദം തൊട്ടൊന്ന് വന്നിക്കാൻ. എന്നിട്ട് തറവാട്ടെന്ന് കിട്ടിയതോ? മതി, മാപ്പ് ശങ്കുണ്ണി, മാപ്പ്. എനിക്ക് രാമനാഥനെ കാണണം. എന്റെ കുഞ്ഞിനെ എനിക്ക് മതിവരോളം കാണണം. എന്റെ മകൻ എവിടെ ശങ്കുണ്ണി? മോനെ രാമനാഥ, മതി, സന്തോഷായി. ഉത്തരം കിട്ടാത്ത ചോദ്യവുമായി ഇക്കാലത്രയും കഴിച്ചുകൂട്ടി എനിക്ക് ഇപ്പൊ ഉത്തരം കിട്ടി. തൃപ്തിയായി. അമ്മ പറയായിരുന്നു അച്ഛൻ വലിയ മനുഷ്യനാണെന്ന്. വളരെ വളരെ വലിയ മനുഷ്യൻ. ഇനി എനിക്ക് തല ഉയർത്തി നടക്കാലോ. ഞാൻ പറഞ്ഞത് സത്യമായില്ലേ മോനെ? തറവാടിനും പെങ്ങന്മാർക്കും അനന്തരവർക്കും വേണ്ടി ജീവിച്ച എനിക്ക് ഒരു ദാമ്പത്യം ആവശ്യമായിരുന്നു എന്ന് മനസ്സിലാക്കാൻ വൈകിപ്പോയി. ഒരു മകൻ, അതും ഇങ്ങനെ ശ്രേഷ്ഠനായ ഒരു മകൻ ഉണ്ടെന്നറിഞ്ഞിട്ടും എനിക്ക് അനുഭവിക്കാനുള്ള ഭാഗ്യമില്ലാതായി പോയല്ലോ. 70ാമത്തെ വയസ്സിൽ സപ്തതി ആസന്നമായിരിക്കെ രഹസ്യബന്ധത്തിൽ എനിക്കൊരു മകൻ പിറന്നിരുന്നു എന്ന് ഞാൻ എങ്ങനെ പറയും? പയ്യാരത്ത് പത്മനാഭൻ നായരെ സമൂഹം പുച്ഛിച്ച് തള്ളില്ലേ? തറവാട്ടിലെ എന്റെ കുടുംബാംഗങ്ങൾ മുഖത്ത് കാർക്കിച്ച് തുപ്പില്ലേ? പിന്നെ എന്റെ സൽപ്പേര്. കഷ്ടം. അന്ന് എന്റെ അമ്മ പയ്യാരത്ത് പഠിക്കൽ വന്ന് നിറവേറെ ചൂണ്ടിക്കാട്ടി നിങ്ങളുടെ പേര് പറഞ്ഞിരുന്നെങ്കിൽ പത്മനാഭൻ നായരുടെ പേരും പ്രശസ്തിക്കുന്ന എവിടെ പോവായിരുന്നു? ചെയ്തില്ലല്ലോ. ആ സ്ത്രീയോടുള്ള കടപ്പാട് നിങ്ങൾക്ക് ജന്മം വീട്ടാൻ കഴിയൂ? വേണ്ട. ഈ അമ്മാമ്മയെ കുറിച്ച് ആലോചിച്ച് നോക്കുക. കാലിൽ ഒരു മുള്ളിന്റെ പോറൽ പോലെ ഏൽപ്പിക്കാതെ ഒരു പാദരക്ഷ കണക്ക് കൂടെ നടക്കുന്നുണ്ടല്ലോ. ആ മനുഷ്യന്റെ പെങ്ങളല്ലേ? ഒരിക്കലെങ്കിലും ആ സ്ത്രീയെ കുറിച്ച് നിങ്ങൾ മനുഷ്യനോട് ചോദിച്ചിട്ടുണ്ടോ? ഒക്കെ ശരിയാ, കുറ്റം സമ്മതിക്കണു. എന്നാലും രാമനാഥ, ഞാനിതെങ്ങനെ പുറത്തു പറയും? നീ എന്റെ അവസ്ഥ മനസ്സിലാക്കണം. അതിനുള്ള വിവേകം നിനക്കുണ്ട്. എന്റെ അവസ്ഥ അങ്ങെന്താ മനസ്സിലാക്കാത്തത്? എന്നേക്കാ വലിയ വിവേകിയല്ലേ? അങ്ങ് ഉണ്ട് നിറഞ്ഞവനാ, കണ്ടു മടുത്തവനാ, എല്ലാ സൗഭാഗ്യങ്ങളിലെയും കളിത്തട്ടിൽ വിരാജിക്കുന്നവൻ. ഞാനോ? അന്ന് 30 വയസ്സായ അനന്തരവൾക്ക് മാലയോഗം ഉണ്ടായതിന്റെ ആനന്ദം അങ്ങ് അനുഭവിക്കുമ്പോ 30 വയസ്സുകാരനായ മകന്റെ മനസ്സിൽ മാലയോഗമില്ലാതെ പിഴച്ചു പറ്റൊരു അമ്മയുടെ ചിത്രമായിരുന്നു. ഫസ്റ്റ് ക്ലാസ്സിൽ ബികോം പാസ്സായ അനന്തരവൾക്ക് അങ്ങ് ലക്ഷങ്ങളുടെ മാരുതിക്കാർ വാഗ്ദാനം ചെയ്യുമ്പോ എന്റെ മനസ്സിൽ മകൻ ഒരു മാസത്തെ ഫീസിന് വേണ്ടി അടുക്കള പണിയെടുക്കുന്ന അമ്മയുടെ മുഖമായിരുന്നു. ഇതുവരെ സമൂഹം തന്തയില്ലാത്തവനെന്ന് വിളിച്ചു, കാർക്കിച്ച് തുപ്പി, സഹിച്ചു. തറവാട്ടിലെ കുട്ടികളും വിളിച്ചു, അതും സഹിച്ചു. അങ്ങയുടെ നാവിന്നും അത് കേട്ടാ ഞാൻ സഹിക്കണോ? സർവജ്ഞനല്ലേ, പറയൂ. 100% തെറ്റ് എന്റേതാണ്. തിരുത്താം. രാമനാഥ, നിനക്ക് നിന്റെ അമ്മയ്ക്കും ജീവിക്കാനുള്ളതെല്ലാം ഞാൻ തരാം. നിങ്ങൾക്ക് ഞാനുണ്ടാവും. പക്ഷേ ആരും അറിയരുതല്ലേ? അമ്മമ്മ എന്താ പറഞ്ഞത്? മകനാണെന്നറിയുമ്പോ വാരി പുണരും, അഭിമാനിക്കും. ഇപ്പൊ എന്താ ഉണ്ടായേ? മിനിറ്റിന് 100 വട്ടം ഭഗവത്ഗീതയിലെ സൂക്തങ്ങളും മഹാന്മാരുടെ വചനങ്ങളും മുതിർന്നു വീഴുന്ന നാവിന്ന് ഇത്ര ഹീനമായൊരു വാക്ക്. വീട്ടുകാർക്കും നാട്ടുകാർക്കും പണ്ഡിതനും മഹാനുമായ പയ്യാരത്ത് പത്മനാഭൻ നായർ വെറും ഒരു കള്ള നാണയമാ. യു ആർ എ ഹിപ്പോക്രാറ്റ്. മോനെ, അരുത്, എന്നെ അങ്ങനെ വിളിക്കരുത്. നീ എന്നെ ധർമ്മസങ്കടത്തിലാക്കുന്നു. പരസ്യമായി നിന്നെ മകനായി അംഗീകരിച്ചാലുള്ള ഭവിഷ്യത്ത്. ആകാശം ഇടിഞ്ഞു വീഴുവൊന്നുമില്ല, പ്രളയം ഉണ്ടാവില്ല. ഇതെന്റെ മകനാണെന്ന് പത്മനാഭൻ നായർ പറഞ്ഞ പ്രപഞ്ചത്തിന് യാതൊരു മാറ്റവും ഉണ്ടാവില്ല. പകരം മൂടി വെച്ചൊരു സത്യം വയസ്സുകാലത്ത് തുറന്നു പറഞ്ഞതിന്റെ സംതൃപ്തിയെങ്കിലും ഉണ്ടാവും. ഇല്ല, ഞാനത് ചെയ്യില്ല. എന്റെ കുടുംബത്തോട് ചെയ്യുന്ന ദ്രോഹമാണ്. പൊന്നു മോനെ, രാമനാഥ, നിന്റെ കാല് പിടിക്കാം. എന്നെ നിർബന്ധിക്കരുത്. അത് മാത്രം എന്നെ കൊണ്ട്. എനിക്ക് വേണമെങ്കിൽ വിളിച്ചു പറയാം, തെളിയിക്കാം അങ്ങ് എന്റെ അച്ഛനാണെന്ന്. പക്ഷെ 1000 വട്ടം ഞാൻ ഉറക്കെ വിളിച്ചു കൂവുന്നതിനേക്കാൾ വലുത് അങ്ങ് ഒരു വട്ടം പതുക്കെ പറയുന്നതാ. പറയിക്കും ഞാൻ.
അങ്ങയുടെ ചൂടും ചൂരും കുശാഗ്ര ബുദ്ധിയും അതേപടി പകർന്നു കിട്ടിയിരിക്കുന്ന അങ്ങയുടെ ഒരേ ഒരു സന്തതിയെ പറയണേ. രാമനാഥൻ എന്റെ മകനാണെന്ന് നിങ്ങൾ പറയും. വീട്ടുകാരും നാട്ടുകാരും കേൾക്കെ നിങ്ങളെ കൊണ്ട് ഞാനത് പറയിക്കും. അതുവരെ രാമനാഥൻ പയ്യാരത്ത് തന്നെ ഉണ്ടാവും. പറയാനുള്ളത് എന്താച്ചാ കുടുംബയോഗത്തിൽ പറയാ, അല്ലാണ്ട് മുക്കിലും മൂലയിലും ഇരുന്ന് പിറുപിറുക്കല്ല വേണ്ടത്. എന്തേ, ആർക്കൊന്നും ഇല്ലേ? പരാതികൾ വല്യേട്ടന്റെ അടുത്ത് ബോധിപ്പിക്കാം. ഗോപു, നീ എന്താ ഒന്നും മിണ്ടാത്തെ? എനിക്ക് പറയാനുള്ളത് വല്യമ്മയോട് ഒറ്റയ്ക്ക് പറഞ്ഞോളാം. ഓ, പിന്നെന്തിനാ കുടുംബയോഗം വിളിച്ചു കൂട്ടിയത്? ഇവര് നിർബന്ധിച്ചിട്ടാ വല്യേട്ടാ. ഇപ്പൊ ഒരെണ്ണത്തിന് ചത്തോൻ ചൂരും ഇല്ല. നമുക്കൊരു കാര്യം അങ്ങോട്ട് ബോധിപ്പിക്കാനുണ്ട്. കേൾക്കട്ടെ. രാത്രിയിലെ കഞ്ഞിക്ക് പകരം ചപ്പാത്തി മതി എന്നൊരു അഭിപ്രായം പൊന്തി വന്നിട്ടുണ്ട്. നോമന് ശക്തമായിട്ട് അങ്ങോട്ട് എതിർക്കണു. രാവിലെ നല്ല ശ്വാദനയ്ക്ക് കഞ്ഞി തന്നെയാ കേമം. താനവിടെ ഇരിക്കണോ കഞ്ഞി നമ്പൂരി? ഒരു അഭിപ്രായം പറയാച്ചാ. മനുഷ്യനെ നാണം കെടുത്താൻ മിണ്ടാതിരിക്കുന്നുണ്ടോ അവിടെ? നീ തുടങ്ങിയോ? ശങ്കരൻകുട്ടിക്ക് നാവില്ലേടാ? ഏയ്, ഗോവിന്ദൻകുട്ടിയാ എന്തോ എഴുന്നള്ളിക്കാനുണ്ടെന്ന് പറഞ്ഞത്. ഏയ് ഞാനല്ല, നാരായണ. എനിക്കൊന്നും പറയാനില്ല. ശ്രീധരനെന്തോ ഞങ്ങളെ 3 മക്കളാണ് സത്യം. എനിക്കൊരു പരാതിയില്ല. എന്നാൽ എനിക്കുണ്ട്. എന്റെ മാത്രമല്ല, എല്ലാവരുടെയും അഭിപ്രായ. ഇവരുടെ വക്താവായിട്ട് ഞാൻ സംസാരിക്കുന്നേ ഉള്ളൂ. രാമനാഥൻ എന്തിനാ തറവാട്ടിലേക്ക് തിരിച്ചു വന്നതെന്ന് ഞങ്ങൾക്കറിയണം. ശങ്കുമ്മാവനും രാമനാഥനും തമ്മിലുള്ള ഒത്തുകളി തെളിയിക്കപ്പെട്ടിട്ടും പൂർവാധികം ശക്തിയോടെ അവൻ തറവാട്ടിലേക്ക് തിരിച്ചു വന്നു. ഇതിന് അമ്മാമ്മയുടെ മൗനാനുവാദമുണ്ടെന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധി ഞങ്ങൾക്കുണ്ട്. വല്യേട്ടാ, എന്താ കുഞ്ഞലക്ഷ്മിക്ക് വല്ലതും? അല്ല, അവര് പറയണതിലും ചോദിച്ചതിന് സമാധാനം പറഞ്ഞിട്ട് പോയാ മതി. മാറി നിൽക്കടാ. പത്മനാഭൻ നായർ കലക്കി. എല്ലാവരും നിശബ്ദരായിരിക്കുക. ഇനി ആർക്കൊക്കെ എന്തൊക്കെയാണ് അറിയേണ്ടത് ബോധിപ്പിക്കാം. എഴുതേക്കടാ അവിടുന്ന്. പയ്യാരത്തെ കാർന്നോരിരിക്കണ കസേരയാ. ഒരല്പനേരത്തേക്ക് ഞാനും ഒരു കുട്ടിക്കാരനോരായിക്കോട്ടെ. അമ്മായി, ഗോപി എന്നിവിടെ താമസിക്കില്ല അത്രേ. ഹോസ്റ്റലിലേക്ക് പോകാൻ പോണു. എന്റെ ദൈവമേ, അത്രക്കായോ? എന്നാലും ഒന്ന് കാണുമല്ലോ. അവിടെ നിൽക്കാൻ ഒന്നും കാണാതെ വല്യേട്ടൻ ഒരു കാര്യം ചെയ്യില്ല. എല്ലാറ്റിനും നമുക്ക് വഴി ഉണ്ടാക്കാം. നീ ഇപ്പൊ എങ്ങോട്ടും പോകണ്ട. ഇല്ല, അവൻ താമസിക്കുന്ന വീട് ഞാൻ ഇനി താമസിക്കില്ല. നിങ്ങൾക്കാർക്ക് മയ്യെങ്കിൽ എന്നോടൊരു വാക്ക് പറ, ഞാൻ അവനെ ഇറക്കി വിടാം. ഗോപു, ചത്രേട്ട് പറയണ കേട്ടില്ലേ? പറയണ പോലെ പ്രവർത്തിക്കുന്ന ആളാ. നീ ഇപ്പൊ എങ്ങോട്ടും പോവണ്ട. തറവാട്ടിൽ ചോദിക്കാനും പറയാൻ ഇപ്പൊ ഇവിടെ ഒരാണുണ്ട്. വേണ്ട, അവനല്ല ഇവിടെ ഭരിക്കുന്നേ. ഒരു മിനിറ്റ് ഞാൻ ഇവിടെ നിൽക്കില്ല. വിടൂ. നീ എവിടേക്കാടി പോണേ? എനിക്ക് ഇഷ്ടമുള്ളിടത്തേക്ക്. എന്നാ വേഗം ഇറങ്ങി പോടി. കുട്ട ആ കാറെടുത്ത് ഈ സാധനത്തിന് എവിടെയാന്ന് വെച്ചാ കൊണ്ടാക്ക്. അങ്ങനെ നീ പറയുമ്പോ ഇറങ്ങി പുറപ്പെടാൻ ഞാൻ നിന്റെ ചെലവിലൊന്നുമല്ല. എനിക്കിപ്പോ പോകാൻ മനസ്സില്ല. ഇതേ എന്റെ തറവാടാ. അങ്ങനെ മയത്തിൽ വാടി പെണ്ണേ. നിന്നെ ഒരു പാഠം പഠിപ്പിച്ചിട്ട് കാര്യം. പഠിപ്പിക്കാനെങ്കിൽ വന്നേരെ. നിന്നെ ഞാൻ നിലയ്ക്ക് നിർത്തി തരാം. അയ്യടാ, നിലയ്ക്ക് നിർത്താൻ വന്നിരിക്കുന്നു. പയ്യാരത്തെ പിച്ചച്ചോറും വല്യമാമയുടെ പിച്ചക്കാശും പറ്റുന്ന തെണ്ടി. പരദൈവങ്ങളെ, ഇതൊക്കെ കാണുന്നുണ്ടോ? അന്ന് തല്ലാതെ തല്ലീന്നും പറഞ്ഞ് നീ എന്നെ കൊണ്ട് ഏത്തേടി. നിരാഹാരം കിടന്ന് എന്നെ പുറത്താക്കിച്ചു. ഇപ്പൊ പരസ്യമായിട്ടാ തല്ലിയിരിക്കണേ. പോയി നിരാഹാരം കിടക്കടി. ഓടി ഓൻ. കള്ളസാക്ഷി പറഞ്ഞവരല്ലേ, ആരോടാന്ന് വെച്ച് ചെന്ന് പറയും. ചില നേരത്തെ ഈ രാമനാഥന്റെ രക്തം വല്ലാതെ അങ്ങ് തിളയ്ക്കും. അപ്പൊ പിന്നെ എത്ര തല്ലിയാലും അവന് മതി വരില്ല. പയ്യങ്ങനെ തരിച്ചു നിൽക്കുക. എന്നോട് ഏറ്റുമുട്ടാൻ പലരും ഇവിടെ കച്ചകെട്ടി നിൽക്കുന്നുണ്ടല്ലോ. പരാക്രമികൾ ആരെങ്കിലും ഉണ്ടോ? ശത്രുവേട്ടാ, ശത്രു ഗോതയിലിറങ്ങിയ തലയും കൊണ്ടേ തിരിച്ചു കയറിയിട്ടുള്ളൂ. എന്തായാലും ഞാനായിട്ട് ഈ തറവാട്ടിൽ ഇപ്പൊ ഒരു കൊലപാതകം വേണ്ട. വരും. ഹലോ മാഷെ, കൈയുടെ തരിപ്പൊക്കെ തീർന്നോ? ആ, തീർന്നു വരുന്നു. എന്നാ കൈയും തന്നെ. ഈ തറവാട്ടിൽ ആദ്യമായി ഒരു പുരുഷന്റെ ശബ്ദം ഉയർന്നിരിക്കുന്നു. മുഖത്ത് മീശയും അകത്ത് വാശിയുള്ള പുരുഷൻ. കുട്ടന്റെ അഭിനന്ദനങ്ങൾ. ഇതുപോലെ 4 വാക്ക് ഉച്ചത്തിൽ വിളിച്ചു പറയാനുള്ള ആഗ്രഹം കൊണ്ട് ചോദിക്കാ. ഇത്ര പെട്ടെന്ന് എങ്ങനെ മാറി? ഏത് ഉത്തച്ചാൻ മരുന്ന് കഴിച്ചേ? ഫാക്ടറി മണി, പൈതൃകം. അത് ഏത് കടലിൽ കിട്ടാ? ഇത് കടലിൽ മേടിക്കാൻ കിട്ടില്ല. പിതൃസ്വത്താ. ഇപ്പോഴാണോ എനിക്കിത് കിട്ടിയത്? വല്ല കോപ്പും മനസ്സിലായോ? ഓടാ പാച്ചോമോൻ.
പോണ വഴിക്ക് പെട്രോൾ അടിച്ചിട്ട് പോവാം. സുഹൃത്തെ കാറിന്റെ കീ ഇങ്ങോട്ട് തന്നെ. വേണ്ട, ഞാൻ തന്നെ ഡ്രൈവ് ചെയ്തോളാം. പുതിയ ഡ്രൈവറുടെ ആവശ്യമില്ല. നിങ്ങളുടെ ഡ്രൈവർ ആവാൻ എനിക്ക് ഒരു ഉദ്ദേശവും പിന്നെ ഒരു സ്ഥലത്ത് പോവാൻ ഓരോരുത്തർക്കും ഓരോ വണ്ടി വേണ്ട, എല്ലാവർക്കും കൂടി ഒരു വണ്ടി മതി. പെട്രോളിനൊക്കെ ഇപ്പൊ തീ പിടിച്ച വിലയാ, കണ്ടിട്ടില്ലേ? സേഫ് ഫ്യൂവൽ എന്ന് സർക്കാർ എഴുതി വെച്ചിരിക്കുന്നത്. കുട്ടാ, വണ്ടി റെഡിയല്ലേ? റെഡി മാഷേ, എങ്ങോട്ട് അയച്ചേട്ടെ? ആ കീ ഇങ്ങോട്ട് തന്നെ. എല്ലാവരും ഇങ്ങോട്ട് എന്നിട്ട് അതെ വാനകത്തോട്ട് കയറിയട്ടെ. പുട്ടൻ ഡ്രൈവ് ചെയ്തോളൂ. ഇങ്ങോട്ട് കൊണ്ടുപോവാ ചേട്ടാ. ഇവൻ ബലാത്കാരമായ കാറിന്റെ കീ പിടിച്ച് വാങ്ങിയിരിക്കണു. വല്യമാമ അതിനുള്ള അധികാരം കൊടുത്തിട്ടുണ്ടോ? അധികാരം തന്നിട്ടുണ്ട് അല്ലേ? ആഡംബരം ഒന്ന് കുറയ്ക്കാൻ വേണ്ടി എടുത്ത തീരുമാനമാണ്. നല്ല നനവുള്ള നിലമാണെന്ന് കരുതി ഇവരൊക്കെ ആവശ്യത്തിലധികം കുഴിക്കുക. ഇങ്ങനെ പോയാൽ തറവാട് പടുകുഴിയിലായി പോവും. അതുകൊണ്ടൊരു പുതിയ സാമ്പത്തിക നയം, അത്രേ ഉള്ളൂ. പെട്രോളിനൊക്കെ ഇപ്പൊ എന്താ വില? പോകൂ, പോയി വണ്ടി കയറൂ. കൃത്യനിഷ്ഠ പാലിക്കണ്ടേ? പോകൂ കുടവേറൻ ചേട്ടാ, പോകൂ. ആ, 1, 2 എല്ലാവരും അടുത്തടുത്തിരിക്കണേ. ഒറ്റ ട്രിപ്പ് അനുവദിച്ചിട്ടുള്ളൂ. പരമനാറി, നീ ഇപ്പൊ അവന്റെ വാലാറ്റി ആയോടാ? മനഃപൂർവ്വമല്ല, വാലല്ലേ വിലള്ളൊടുത്തേക്ക് ആടൂ. ഭരണം മാറിയില്ലേ? ഞാനിപ്പോ ഭരണപക്ഷത്താ. ഇപ്പൊ കേറിയാട്ടെ. അങ്ങനെ കേറും. സോറി കേട്ടോ. ആ, അങ്ങ് വന്നാട്ടെ, വന്നാട്ടെ. കയറിയാട്ടെ. ഇന്ന് മുതൽ അങ്ങയുടെ സാരഥി ഞാനായിരിക്കും. പിന്നെ ഇന്ന് ഉച്ചയ്ക്ക് ഉണ്ണാൻ ആരും ഇങ്ങോട്ട് വരില്ല. ഊണ് അങ്ങോട്ട് കൊടുത്തേക്കുക. ഇനി ഉണ്ണാൻ വേണ്ടി മാത്രം ഒരു വണ്ടി അവിടെ നിന്ന് ഇങ്ങോട്ട് ഓടി, പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് ഓടി, പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് ഓടി. പെട്രോൾ ലാഭിക്കണമല്ലോ. വല്യേട്ടാ ചായ. വല്യേട്ടാ, കാവിലൊരു ചുറ്റുവിളക്ക് നിറമാലയും കഴിക്കണമെന്ന് വിചാരിക്കുക. കഴിഞ്ഞ ആഴ്ചയല്ലേ കഴിച്ചത്? ഭഗവതിക്ക് തൃപ്തിയായിട്ടുണ്ടാവില്ല. ഏയ്, അങ്ങനെയൊന്നും ഇല്ല. പൂവ് എന്തൊക്കെയോ അപശകനങ്ങൾ കാണുന്നുണ്ട്. പൊതുവാളിനെ വിളിച്ച് ഒരു കുടുംബ പ്രശ്നവും എത്തിക്കണം. അതിനിപ്പോ ഇവിടെ എന്താ പ്രശ്നം? പതിവിലും കവിഞ്ഞ വരവായി കുറി. 100 മേനിയാ കൊയ്ത്ത്. മാധവൻ പറയേ, റബ്ബറിന്റെ വില കുതിച്ചു കയറുക. മില്ലിൽ സപ്ലൈ ചെയ്യാൻ പറ്റാത്തത്ര ഓർഡർ. ഒക്കെ നഷ്ടപ്പെട്ടാലും ഒന്നുമില്ല. വല്യേട്ടൻ ഞങ്ങക്ക് നഷ്ടപ്പെടുന്നുണ്ടോന്നാ. താനെന്താണോ കുട്ടികളെ പോലെ? ഇതിന് മാത്രം എന്താ ഉണ്ടായേ? വല്യേട്ടൻ ശരിക്കും ഊണ് കഴിക്കണില്ല, ഉറങ്ങണില്ല. ഇതൊക്കെ ആരാ പറയണേ? ആരും പറയണ്ട. ആരെക്കാളും വല്യേട്ടനെ അറിയുന്നോളാ ഞാൻ. ആ മനസ്സ് എനിക്കേ അറിയൂ. വല്യേട്ടന് ഓർമ്മയുണ്ടോന്ന് അറിയില്ല. എനിക്കൊരു IAS കാരന്റെ ആലോചന വന്നപ്പോ വല്യേട്ടൻ പറഞ്ഞു, എന്തുകൊണ്ടും നല്ലതാ കുഞ്ഞി, പക്ഷെ താൻ ഡൽഹി പോയി താമസിക്കണമെന്ന് ഓർക്കുമ്പോ വല്ലാത്ത വിഷമം. പെങ്ങളെ വിട്ടുപിരിയാൻ പറ്റാത്ത ഏട്ടന്റെ മനസ്സ് അന്ന് ഞാൻ കണ്ടതാ. അതുകൊണ്ട് IAS കാരനൊന്നും വേണ്ടെന്ന് വെച്ച് ഒരു 10ാം ക്ലാസ്സുകാരനും കെട്ടി തറവാട്ടിൽ തന്നെ കൂടെ കൂടിയത്. വല്യേട്ടൻ എന്നും ഒപ്പം ഉണ്ടാവണമെന്നേ മോഹിച്ചിട്ടുള്ളൂ. ഉണ്ടായില്ലേ? ഉണ്ട്, ഉണ്ടാവും എന്നും. എന്താ സംശയം തോന്നുന്നുണ്ടോ? തോന്നുന്നു. ഞങ്ങളോടൊത്ത് കളിയും തമാശയും പറഞ്ഞ് രസിക്കണ വല്യേട്ടൻ ഇപ്പൊ എവിടെയാ? ഒരു മൂകത. ആ രാമനാഥനെ വല്യേട്ടൻ എന്തിനാ ഭയക്കണേ? പറയൂ, ഏട്ടനെ ഭരിക്കാനുള്ള എന്ത് ശക്തി അവന് കിട്ടിയിരിക്കണേ? മരുമക്കള് പടയെടുത്ത് നിൽക്കുക. വല്യേട്ടന് വേണ്ടി ജീവൻ വരെ കളയും അവര്. ഞാൻ തടഞ്ഞു നിർത്തിയിരിക്കുക. വല്യേട്ടൻ ഒരു വാക്ക് മൂളിയാ മതി. അക്ഷൗഹിണികളും ആയുധബലവും ഉണ്ടായിട്ട് പോലും ഭീഷ്മർക്ക് രക്ഷപ്പെടാനായില്ലല്ലോ. ആർക്കും ആരെയും രക്ഷിക്കാനാവില്ല. താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടുകന്നേ വരൂ. കർമ്മഫലം അങ്ങനെ അനുഭവിക്കുക. താൻ ധൈര്യമായിട്ടിരിക്കുക. എന്നെ എനിക്ക് നഷ്ടമാവില്ല. ഒരേ പൊയ്ക്കോളൂ. പരീക്ഷിക്കല്ലേ ഭഗവതി. രാമനാഥൻ എന്നെ തോൽപ്പിക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുക. അങ്ങനെയൊന്നും അവൻ ചെയ്യില്ല. ഇല്ലടോ, എന്റെ മനസമാധാനം അവൻ തകർത്തു. എന്ത് സ്വൈരവും സ്വസ്ഥതയുമായിരുന്നു തറവാട്ടില്. ഇക്കണക്കിന് ഇവൻ എന്റെ മകനാണെന്ന് അറിഞ്ഞാൽ എല്ലാരും കൂടി എന്നെ തല്ലിക്കൊന്ന് കുഴിച്ചു മൂടും. ഇന്ന് കുഞ്ഞുലക്ഷ്മിയുടെ മുന്നിൽ എനിക്ക് ഉത്തരം മുട്ടി. പയ്യാരത്തെ കുട്ടികൾ എന്നെ കുറിച്ച് എന്തൊക്കെയാ ധരിച്ചിരിക്കുക? പൗരുഷമില്ലാത്തവനെന്നോ ഭീരുവെന്നോ. എന്റെ നാവും കരങ്ങളും ബന്ധിക്കപ്പെട്ട പോലെ. അവൻ അച്ഛനെ കാണാൻ വന്നതല്ലടോ, അച്ഛന്റെ ജീവൻ കൊണ്ടുപോകാൻ വന്നതാ. അതുകൊണ്ടേ അവൻ പോവും. ഇല്ല, ഞാൻ അതിന് സമ്മതിക്കില്ല. അങ്ങ് വിഷമിക്കണ്ട, അവനെ ഞാൻ പറഞ്ഞയച്ചോളാം. എല്ലാവരും ബന്ധുക്കളാണെന്നറിയാം. അറിഞ്ഞുകൊണ്ട് തന്നെയാ യുദ്ധക്കളത്തിൽ ഇറങ്ങിയത്. എതിരെ ശത്രു മാത്രം. ചിലപ്പോ രക്തം ചിന്തിന്ന് വരും, ചോരപ്പുഴ ഒഴുകും. പരിഭ്രമിച്ചിട്ട് കാര്യമില്ല. ഇതൊരു ധർമ്മയുദ്ധ. പകരം വീട്ടാണ് നീ.
ഈ തറവാട് ഒരു കുരുക്ഷേത്ര ഭൂമിയാക്കാൻ സമ്മതിക്കില്ല. അതല്ല നിന്റെ അമ്മ ആഗ്രഹിച്ചത്. മതി പട പൊരുതിയതും അംഗം വെട്ടിയതും. ഒരു യോദ്ധാവിനെ പോലെ മുമ്പോട്ട് പോകണമെന്ന് അമ്മാമനല്ലേ എന്നോട് പറഞ്ഞത്? അതെ, ഞാൻ തന്നെ ഈ പറയണത്. അദ്ദേഹത്തെ ശിക്ഷിക്കാനുള്ള അധികാരം എനിക്കില്ല. പത്മനാഭൻ നായരെ ശിക്ഷിക്കാനല്ല, രക്ഷിക്കാൻ വേണ്ടി തന്നെയാണ് ഞാനിതൊക്കെ ചെയ്യുന്നത്. ഇവിടെ വരുമ്പോ എനിക്ക് ഒരു ലക്ഷ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അച്ഛനെ ഒരു നോക്ക് കാണുക. ഇപ്പൊ കാത്തുരക്ഷിക്കേണ്ട ചുമതല കൂടി വന്നിരിക്കുക. കാണുന്നില്ലേ, അവസരം കാത്തിരിക്കുക ബന്ധുക്കള്, ഒളിപ്പോരാളികളെ പോലെ ചതിക്കുഴിയിൽ വീഴ്ത്താൻ സ്വത്തിന് വേണ്ടി. അത് ബോധ്യപ്പെടുത്തുന്ന ചുമതല കൂടി ഇപ്പൊ എന്റേതാ. നിന്നിൽ നിന്നും ഒന്നും ബോധ്യപ്പെടാൻ അധികം ആഗ്രഹിക്കുന്നില്ല. നിന്റെ സാമീപ്യം പോലും അദ്ദേഹം ഇഷ്ടപ്പെടുന്നില്ല. സ്വന്തം തന്തയ്ക്ക് വേണ്ടെങ്കിൽ പിന്നെ എന്തിനാടാ? അദ്ദേഹം നിന്നോടത് പറയുന്നില്ല എന്നേ ഉള്ളൂ. വിഷമമുണ്ടാവും, അത് മനസ്സിലാക്കുക. ഇറങ്ങിക്കോ. പോവാ. ജീവിതകാലം മുഴുവൻ തന്തയില്ലാത്തവരെന്നുള്ള ദുഷ്പേര് കേൾക്കാനാവും വിധി. സ്വന്തം അച്ഛന്റെയും ആഗ്രഹമാണെങ്കിൽ കേട്ടോളാം, അനുസരിക്കാം. പോയിക്കൊള്ളാം അമ്മേ. ഒന്നും അറിഞ്ഞിരുന്നില്ല. എന്നെ തല്ലാനും ശാസിക്കാനും അവകാശമുള്ള ആളാണെന്നും അറിഞ്ഞിരുന്നില്ല. ഒരുപാട് വേദനിപ്പിച്ചു. എന്നോട് ദൈവം പൊറുക്കില്ല. പോകരുത്. ഏറ്റെടുത്ത ദൗത്യം പൂർത്തിയാക്കണം. കുട്ടി, ഇല്ല, ഇത് പുറത്താരും അറിയില്ല.